വിലങ്ങാട്ടിലേക്ക് പോകാം. അവിടെ ജൂലൈ 29 രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ സംഭവിച്ച നഷ്ടക്കണക്കെടുപ്പ് റവന്യൂ അധികൃതർ നിയോഗിച്ച 4 സംഘങ്ങളെ ഏറെക്കുറെ പൂർത്തീകരിച്ചു എന്നാണ് വാർത്ത. അവധി ദിവസങ്ങളിലും മഴയത്തും വിശ്രമമില്ലാതെ നടത്തിയ കണക്കെടുപ്പിൽ PWD, പഞ്ചായത്ത് എഞ്ചിനീയർമാർ, ഭൂശാസ്ത്രജ്ഞർ, ആരോഗ്യവകുപ്പിലെയും പഞ്ചായത്തിലെയും ഉദ്യോഗസ്ഥർ, മറ്റ് വിദഗ്ധർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം പങ്കാളികളായി. അപ്പോൾ ഇന്നോ നാളെയോ കളക്ടർക്ക് ആ കണക്ക് പൂർണ്ണമായും കൈമാറാനാകും. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ പല പ്രദേശങ്ങളും വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കാൻ യോഗ്യമല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പന്നിയേരി, കുറ്റല്ലൂർ, മലയങ്ങാട് എന്നിവിടങ്ങളിൽ 127 വീടുകൾ പരിശോധിച്ചു. ഭൂരിഭാഗവും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതും മണ്ണും അപ്പോൾ സംരക്ഷണത്തിന് വഴികളില്ലാത്ത അതിൻ്റെ മണ്ണൊക്കെ അങ്ങനത്തെ പ്രദേശം ചതുപ്പ് പ്രദേശമാണ്. ഇപ്പോൾ വായാട്, മഞ്ഞച്ചിളി, മഞ്ഞക്കുന്ന്, പാനോം മേഖലകളിലെയും സ്ഥിതിയും വിഭിന്നമല്ല. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് മാത്രം 52 വീടുകൾ വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ വീടുകൾ വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദുരിതബാധിതർ പലരും ഇപ്പോൾ വാടക വീടുകളിലും ബന്ധുവീടുകളാണ് കഴിയുന്നത്. പലർക്കും വീട്ടുസാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. പഞ്ചായത്തിൽ ഉദാരമതികളിൽ നിന്നും ലഭിച്ച കട്ടിലുകളും മറ്റും ആവശ്യാനുസരണം നൽകുന്നുണ്ട്. ഇവയൊന്നും മുഴുവൻ ആവശ്യക്കാർക്കും നൽകാൻ മതിയാകില്ല. പുതിയ വീടുകൾ നിർമ്മിക്കുവാൻ യോജ്യമായ സ്ഥലം അന്വേഷിച്ചു തുടങ്ങിയതോടെ ഏറെ പേർ സ്ഥലം വിലക്ക് നൽകാൻ സന്നദ്ധരായി എത്തുന്നുണ്ട്. സ്ഥലം വിലക്കെടുക്കൽ അടക്കമുള്ള നടപടികളെക്കുറിച്ച് സർക്കാർ എന്തായാലും തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും വിലങ്ങാടിനൊപ്പം എന്ന നമ്മളൊരു ടാഗ് ലൈൻ, കാരണം അത് നമുക്കും കൂടി ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ദുരന്തമുള്ള സ്ഥലത്ത് ആദ്യം ഓടിയെത്തുക എന്ന ആ ബ്രേക്കിങ്ങിനും അപ്പുറം ആദ്യം വാർത്ത പുറത്തുവിട്ടത് ഞങ്ങളാണ് എന്നത് പറയുന്നതിനപ്പുറം നമ്മളൊരു സഹജീവികളെ കൈ ചേർത്ത് പിടിക്കാൻ ഒരു ക്യാമറ യൂണിറ്റ് അങ്ങോട്ട് പോകുന്നു. വിലങ്ങാടിൻ്റെ യഥാർത്ഥ ദുരചിത്രം പുറലോകത്തെ ആദ്യം അറിയിക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത് ഞങ്ങളാണ്. ഞങ്ങളതിൽ മീനി നടിക്കുന്നില്ല. ഞങ്ങൾക്ക് ടാം റേറ്റിംഗ് വേണ്ട, ഞങ്ങൾ മറ്റ് ചാനലുകൾക്ക് ഇത്ര റേറ്റിംഗിൽ മുൻപന്തിയിലാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ സഹജീവികൾക്കൊരു പ്രശ്നം വന്നാൽ അതിന് ഞങ്ങൾ റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, അവിടെ റേറ്റിംഗൊക്കെ അപ്രസക്തമാണ്. കാരണം നാളെ നമുക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം എന്നുള്ളത് തികച്ചും നമ്മളെ സഹജീവികളുള്ളൊരു സ്നേഹം, മനുഷ്യത്വം എന്നുള്ളൊരു മുഖം ഉള്ള ആളുകളാണ് മുഴുവൻ ആളുകൾ എല്ലാവർക്കും. പക്ഷേ നമ്മൾ റേറ്റിങ്ങിന് ആദ്യം ദുരന്ത വാർത്ത പ്രേക്ഷകരെ എത്തിച്ച് ഞങ്ങളാണെന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറം വിലങ്ങാട്ടേക്ക് ക്യാമറ ചലിപ്പിച്ചു. ഞങ്ങൾ ആ വാർത്ത പുറം ലോകത്തെ അറിയിച്ച് അരമണിക്കൂർ പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മൾ വേണം വിലങ്ങാടിന് കൈത്താങ് എന്ന ടാഗ് ലൈനിന് ശേഷമാണ് മുഖ്യധാരാ ചാനലുകൾ പോലും അവിടെ എത്തിയത്. അതിന് അവരെ കുറ്റം പറയല്ല. അതിലും വലിയൊരു ദുരന്തം മേപ്പാടി നമ്മൾ വയനാട്ടിൽ നടന്നിരുന്നു. എല്ലാ യൂണിറ്റും അവിടെ കേന്ദ്രീകരിക്കുന്നു. അവിടെ ദുരന്തമുഖത്തെ വാർത്തകൾ ഒപ്പിയെടുക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾ കണ്ടത് ഞങ്ങളാണ് എന്നുള്ള ആ ഒരു മത്സരങ്ങളൊക്കെ വരുന്നു. പക്ഷേ ഇത് യഥാർത്ഥ മനുഷ്യൻ്റെ ചിത്രം എടുക്കുന്നത് ദയവായിട്ട് മത്സരങ്ങളൊന്നും വേണ്ട. വിലങ്ങാടിനെ നമുക്ക് വയനാടിനെ ചേർത്ത് പിടിച്ചാൽ ഒപ്പം ചേർത്ത് പിടിക്കണം, ഒരു സംശയം വേണ്ട. അതിലേറ്റവും സന്തോഷം നൽകി ഈ വരികൾ വായിക്കുമ്പോൾ സന്തോഷം നൽകിയത് സ്ഥലം വിട്ടുകൊടുക്കാൻ ഉദാരമതികൾ രംഗത്ത് വരുന്നു എന്നുള്ളിടത്താണ് നമ്മളൊക്കെ മനുഷ്യരാകുന്നത്. അപ്പോൾ ഒരു ഇടവേള കൂടെ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളെ പോകാം.